റസൂൽ സ്വഹാബികൾ നബിതങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ തോകൂ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളെ ചൊല്ലുടൂ യതുലു റജുലുൻ മിൻ ഹാദൽ ഫജ്ജി മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബ ഈ തെരുളു ഇപ്പ ഒരാൾ പറയുകൊണ്ടു അയാൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ അവകാശിയാണ്. ഈ തെരുളാണ് അയാൾ പണ്ടേ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളെ ഇങ്ങനെ ചൊല്ലുമ്പോൾ തോകൂ അതാ സ്വഹാബികൾ കാത്തിട്ട് ആ തെരുവും നോക്കി നിൽക്കും. അതാ ഒരു ബാലകാരനായ സ്വഹാബി പണ്ട് അയാളെ രണ്ട് ചെറുപ്പം ഇങ്ങനെ കക്ഷത്തിൽ വെച്ചിട്ടുണ്ടു. അയാളെ താടിലിതാ ഉദൂടത്തെ തണ്ണി ഇങ്ങനെ ഇത്തിയോണ്ടുണ്ടു. അയാളെ നബിതങ്ങളുടെ മജ്‌ലിസിൽ കൂടി നേരെ ഇങ്ങനെ കടന്നിട്ട് പോണ്ടു. സ്വഹാബികൾ എല്ലാരും അയാളെ നോക്കി നിൽക്കുമ്പോ തോകൂ അയാളുക എന്തൊക്കെ സ്വഹാബികൾ നോക്കുരേണ്ടു കൊന്നില്ല. അയാൾ ഒരേ ഒരു പോക്ക് പോയിട്ട് പിറ്റേണ്ടും അതുപോലെ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും ആ മജ്‌ലിസിൽ ദയിക്കുമ്പോ തോകൂ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളുടെ നബി തങ്ങൾ ചൊല്ലുടൂ സ്വഹാബത്തേ ഈ തെരുളി ഇപ്പ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ അവകാശിയായ ഒരാൾ പണ്ട്. അപ്പം സ്വഹാബികൾ കാത്തു നിൽക്കടേ ആരാണ് ഇണ്ട് പണ്ടേണ്ട് നോക്കണോ ചൊന്നു കാത്തു നിൽക്കുമ്പോ തോകൂ അണ്ടും പന്നെ ഇന്നലെ പന്നെ അതേ സ്വഹാബിയാണ്. അയാളെ തൊക്കുലിങ്ങനെ രണ്ട് ചെറുപ്പം വെച്ചിട്ടുണ്ടോ, താടിലതാ ഉദൂടെ തന്നിങ്ങനെ അറിഞ്ഞോണ്ടുണ്ടോ. മൂന്നാമത്തെ നാളും നബിതങ്ങൾ അങ്ങനെ ചൊല്ലുമ്പോ അതേ സ്വഹാബി കടന്നിട്ട് ആ തെരുളു കൂടി പോകുമ്പോ തോകൂ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടൂ നിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു വ്യാമോഹം വന്നു പോയിട്ട് എന്റെ അല്ലാഹുവിന്റെ റസൂൽ അയാളെ കാണുമ്പോ സ്വർഗ്ഗത്തെ ആള് ചൊല്ലൂടേ അയാൾ എന്ത് ഇബാദത്ത് ചെയ്യടേ നാണും അത് ചെയ്യണോ ചൊല്ല ആശല് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അതായാലെ പെരകത്തിൽ ഓടിയോട്ട് പോണ്ടു. എന്നിട്ട് അയാളെ പെരക പോയിട്ട് അയാള് അസ്സലാമു അലൈക്കും ചൊന്നിട്ട് ചൊല്ലുടൂ മനുഷ്യ നക്കൊരു ഉപകാരം നിങ്ങാക്കണോ. എന്തൊരു ഉപകാര നന്റെ അബ്ബരൊട്ടിക നാണ് പിണങ്ങിര അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ ഒരു ഹിക്മത്താക്കടെ നേരായിട്ടും ബാപ്പരൊട്ടിക പിണങ്ങിയത് കൊണ്ടല്ല നന്റെ ബാപ്പരൊട്ടിക നാണ് പിണങ്ങിയിട്ട് ബാപ്പരൊട്ടിക ചൊന്നൂര വല്ലാഹി 3 നാൾ നിങ്ങൾ ഔത്തുകോ ബറാല ബാപ്പ അല്ലാഹുടെ പിടിച്ചിടുന്നാണ് സത്യം ചെയ്യുന്നത്. അതുകൊണ്ട് നക്ക് 3 നാൾ നിങ്ങൾ ഔത്തുലു ദയിക്കണ ഒരു അവകാശം തണ്ടാറാ. അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ ചൊല്ലുകൊള്ള കാരണം എന്തിനു കൊണ്ടുണ്ട സ്വന്തം ബാപ്പരൊട്ടിക പിണങ്ങിയത് കൊണ്ടല്ല പെങ്ങളെ, സ്വന്തം ബാപ്പരൊട്ടിക പിണങ്ങിയത് കൊണ്ടല്ല ബാലകാരാ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തെ ആള് ചൊല്ലണമെങ്കിൽ എന്തൊരു ഇബാദത്ത് അയാൾ ചെയ്യടേ. പാതിരജാവുക എന്തെങ്കിലും ദിക്റ് ചൊല്ലുടമാ, പാതിരജാവുക അയാൾ എന്തെങ്കിലും ഖുർആൻ ഓതുരമാ. അങ്ങനെയാണെങ്കിൽ ഏത് സൂറത്ത് ഓതുരേ എന്ത് അമലാണ് അയാൾ ചെയ്യടേ ചൊന്നിട്ടു ഞാനതിനെ അറിഞ്ഞിട്ട് നാണും ചെയ്യണോ ചൊന്നിട്ടു അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ 3 നാൾ ദയിക്കണുള്ള അവസരം കേക്കടേ. എത്ര ആളുമാർ ബാപ്പരൊട്ടിക പെണങ്ങില്ലേ, ഉമ്മടെ മുഖം നോക്കാത്ത മക്കളില്ലേ മോനെ. സ്വന്തം ഉമ്മടെ വെറുപ്പിക്കണോ, സ്വന്തം ബാപ്പടെ മനസ്സുക ബേജാറാക്കണോ. അതേ എത്രയോ ബാലകാരന്മാരുണ്ടോ മങ്ങിലായതിൽ പിന്നെ പെഞ്ഞായിര പലക കേട്ടിട്ട് സ്വന്തം ഉമ്മടെ ധിക്കരിക്കണമില്ലേ, സ്വന്തം ബാപ്പടെ പ്യോറാക്കണമില്ലേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുട മോനെ ഉമ്മടെ മുഖത്തെ നീന് നല്ല പിരിസത്തിൽ ഒരു ബട്ട നോക്കുടെങ്കിൽ നിന്റെ ഉമ്മടെ മുഖത്തെ നീന് പിരിസത്തിൽ ഒരേ ഒരു ബട്ട നോക്കുടെങ്കിൽ അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ഹജ്ജ് ചെയ്ഞ്ഞ പ്രതിഫലമുണ്ടോ. ഉമ്മടെ മുഖത്തെ ഒരു സന്തോലത്തിൽ ഒരാളെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുടെങ്കിൽ ആ നോട്ടത്തുള്ള പ്രതിഫലം എന്തിനു കൊണ്ടുണ്ട മോനെ അല്ലാഹുടെ കഅബത്തുക പോയിട്ട് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ഞ്ഞതുള്ള പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് ചൊല്ലുമ്പോൾ ഒരു സ്വഹാബി നിന്നിട്ട് കേക്കട് യാ റസൂലല്ലാഹ് നബിയേ 400 വട്ടം നോക്കുക നബിയേ. ഉമ്മടെ മുഖത്തെ സന്തോഷത്തിൽ നോക്കിയെങ്കില് ആ ഉമ്മടെ മുഖം നോക്കിയെങ്കിൽ അല്ലാഹുടെ ഹജ്ജ് അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്ഞ്ഞ പ്രതിഫലമല്ലേ. 400 നാളിൽ 100 വട്ടം നോക്കുക നബിയേ. നക്ക് 100 ഹജ്ജ് ചെയ്ഞ്ഞ കൂലി കിട്ടുവാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ 100 വട്ടം മോനെ വ ഇന്നീന നോക്കുന്നത് 100,000 മറ 100,000
വട്ടം 1,00,000 വട്ടം നോക്കിയെങ്കിൽ പോലും ഒരു നാളിൽ 100,000 വട്ടം നോക്കിയെങ്കിൽ 1,00,000 ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലം നിനക്ക് ഓരോ നാളും കിട്ടൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് ചൊല്ലുന്നില്ലേ, സ്വഹാബ നാണ് നബിയാവനക്ക് ഉമ്മയില്ല, നന്റെ ഉമ്മ കർപ്പുഞ്ചായപ്പോ നന്റെ ബാപ്പ മരണപ്പെട്ടു പോയിടേ, അതേ നന്റെ 6ാമത്തെ വയസ്സിൽ നന്റെ ഉമ്മയും മരണപ്പെട്ടു പോയിടേ, നാണ് നബിയായിട്ട് ഉമ്മയുടെ മഹത്വം എന്തിനേണ്ട് പടിപാടി കൊടുക്കുമ്പോഴത്തോ സ്വഹാബിങ്ങൾക്ക് ഉമ്മയുടെ വില എന്തിനേണ്ട് ചൊന്നു കൊടുക്കുമ്പോഴത്തോ നക്ക് നന്റെ സ്വന്തം ഉമ്മയില്ല സ്വഹാബ. ഷഹീദായിട്ട് സ്വർഗത്തുക്ക് പോണോ ചൊന്നു കൊതിച്ച് വന്ന കനികത്തെ ബാലകാരൊട്ടിಗೆ അല്ലാഹുവിന്റെ റസൂൽ കേക്കട്ടെ, നീനെന്തൊക്കെ ഷഹീദാവണോ, നീനെന്തൊക്കെ ഷഹീദാവണോ ഉദ്ദേശിക്കേണ്ടി കേൾക്കുമ്പോഴത്തോ ആ ബാലകാരനായ സ്വഹാബി ചൊല്ലുടെ സ്വർഗത്തുക്ക് പോണുക വേണ്ടിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു എങ്കിലും വയസ്സായ ഉമ്മ ഇന്നെങ്കിൽ ആ ഉമ്മയുടെ കാലടിൽ നിന്റെ സ്വർഗമുണ്ടോ, അതൊക്കെ വേണ്ടി ഷഹീദാവിടെ ആവശ്യകത ഇല്ല. എത്ര ആളുമാറുണ്ടു അതാ വലിയ വിദ്യാഭ്യാസം കിട്ടിയിട്ട് ഈ സമുദായത്തിൽ പേരുള്ള ഒരു വ്യക്തിയായിട്ട് ബദലാമത്തുകോ സ്വന്തം ഉമ്മടെ പിന്നെ കിരികിരിയാവണുക തുടങ്ങില്ലേ. വൃദ്ധാശ്രമത്തുക ഉമ്മടെ കൊണ പോയിട്ട് ആകടെ സഹോദരന്മാരില്ലേ, അത് ഏത് ജാതിയിൽ പെട്ട ആളാണെങ്കിലും, ഹിന്ദു സഹോദരന്മാരിൽ പെട്ട ആളാണെങ്കിലും, ക്രിസ്ത്യൻ സഹോദരന്മാരിൽ പെട്ട ആളാണെങ്കിലേ, അതേ ഒരു മുസ്ലിം സഹോദരന്മാരിൽ പെട്ട ആളാണെങ്കിലേ പാടില്ല മോനെ. ആ ഉമ്മടെ കാലടിയിൽ സ്വർഗാണ്ട് പടിപാടിയ മതമാണ് ഇസ്ലാമോ. ആ ഉമ്മടെ കാലടിയിലെ സ്വർഗമുണ്ടോ, അതൊക്കെ വേണ്ടി ഷഹീദാവനോട്ടില്ലാണ്ട് പടിപാടിയ മതമാണ്. അങ്ങനത്തെ മഹത്വം ഉമ്മടെ ಬಗ್ಗೆ പടിപാടിയ നബി തങ്ങൾ ചൊല്ലുടു നക്ക് ഉമ്മയില്ലല്ല സ്വഹാബ, നക്ക് ഇതുപോലെ സ്നേഹിക്കണ ഉമ്മയില്ലല്ല സ്വഹാബ. തന്റെ ഉമ്മ മീത്തുന്നാണ് നബിയാമത്തുക്ക് ജീവിച്ചിട്ടിന്നെങ്കിൽ ഞാൻ അല്ലാഹുക്ക് വേണ്ടി നിസ്കാരത്തുക കൈകെട്ടിയ സമയത്തിൽ തന്റെ ഉമ്മ പിറകത്തിലേ വന്നിട്ട് ഓ മുഹമ്മദേ യാ മുഹമ്മദ് കൊണ്ട് നിന്റെ ഉമ്മ വിളിച്ചെങ്കിൽ നിസ്കാരത്തെ കൈവിടാത്ത സ്വഹാബ. എന്റെ ഉമ്മ നിന്റെ വിളിച്ചേട്ട് നാണ് കേൾക്കാത്ത സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടമോണ് ഉമ്മയുടെ പൊരുത്തമില്ലാത്ത അല്ലാഹുടെ സ്വർഗം ഹറാമാണ്. ചില ബാലകാരന്മാർക്ക് ഒരു തോന്നലുണ്ടു, ഉസ്താദേ നാണൊരു നല്ല സ്വറാക്കളല്ലേ, തന്റെ ഉമ്മ പൊരുത്തപ്പെടില്ല, പിന്നെ നാൻ എന്ത് ഉമ്മയുടെ പൊരുത്തത്തെ കാക്കണോ, നാണാക്കിടെ നല്ല സ്വറല്ലേ. അല്ല മോനെ പെടക്ക് സ്വറാക്കൊണുകുമ്മടെ പൊരുത്ത വേണ്ട, പെടക്ക് സ്വറാക്കൊണുകുമ്മ പൊരുത്ത തന്നെങ്കിലും ആ പൊരുത്തത്തിൽ ബർക്കത്തില്ല. ദുനിയാവിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം ഇന്നെങ്കിൽ, ദുനിയാവിൽ എന്തെങ്കിലും ഒരു നന്മ ഇന്നെങ്കിൽ ആ നന്മ ചെയ്യുമ്പോഴത്തേക്കാണ് ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം വേണായത്. ഈമാനുള്ള പിരിച്ചപ്പെട്ട മോനെ ഉമ്മയുടെ നൊമ്പലാക്കണ്ട, ഉമ്മയുടെ വെറുപ്പിക്കണ്ട. അല്ലാഹുവിനെ ആരാധിക്കണുകോ ഏതെല്ലാ ജാഗിൽ ഖുർആനിൽ ചൊന്നുറ, അല്ലാഹുവിനെ ആരാധിക്കണുകോ പരിശുദ്ധ ഖുർആന്റെ എത്ര ജാഗിൽ ചൊന്നുറ. ആ എല്ലാ ജാഗിലും അല്ലാഹു ചൊല്ലുന്ന രണ്ടാമത്തെ പലക എന്തിനെ കൊണ്ടുണ്ട ഉമ്മ അബ്ബക കരുണ കാട്ടണു, ഉമ്മ അബ്ബരുട്ടിക നന്ദി കാട്ടണു, ഉമ്മ അബ്ബടെ കൈവിടണ്ട. ഈ ആയത്തിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ ചൊല്ലുടെ ഒരാൾ അല്ലാഹുടെ വലിയാണെങ്കിൽ പോലും അല്ലാഹുവിനെ ആരാധിച്ചിട്ട് വിലായത്തിന്റെ പദവി എത്തിയെങ്കിൽ പോലും ഉമ്മയുടെ പൊരുത്തം ഈ തവണുകില്ലാണ്ടായി പോയെങ്കിൽ അവിടെ അല്ലാഹുടെ സ്വർഗം ഹറാമാണ്. എത്ര ഉദാഹരണങ്ങളുണ്ടോ, എത്ര സംഭവങ്ങളുണ്ടോ. അതുകൊണ്ട് ബാപ്പരൊട്ടിക മീത്ത് ഒരു നൊമ്പല അവിടെ പലക വന്നു പോയെങ്കിൽ ഉടനെ ബാപ്പരൊട്ടിക ചൊല്ലണോ, ബാപ്പാ നന്റെ മാഫാക്കോരോ ബാപ്പാ, നണ്ടെന്ന് പൊരുത്തപ്പെടോരോ ബാപ്പാ. ചില സമയത്തിന് ദൗർബല്യകരമായ നിമിഷത്തില് ശൈത്താൻ അങ്ങനെ ശരീരത്തിൽ കേറിയിട്ട് നിയന്ത്രിക്കുന്ന ടൈമല്ലോ സ്വന്തം ഉമ്മയുടെ മനസ്സിക്ക് ബേജാറാവിടെ പലകണങ്ങൾക്ക് ചൊല്ലുവാ ചൊല്ലെ ധൈര്യം വന്ന നേരത്തില് ആ ഉമ്മയുടെ മനസ്സിക്ക് മീത്തുണ്ടമ്പലായെങ്കിൽ ഉടനെ മാഫ് കേൾക്കണോ മോനെ. എത്ര വലിയ അക്രമിയാണെങ്കിലും മാഫാക്കാത്ത ഒരേ ഒരു ഉമ്മമില്ല. എത്ര വലിയ ഹറാമാക്കെങ്കിലും നീ എത്ര വലിയ തപ്പാക്കെങ്കില് നിക്ക് മാഫ് തറാണ്ടിക്കൊണു ഒരു ഉമ്മക്ക് സാധ്യമില്ല മോനെ. കാരണം ഒലിമ്പോ തിങ്കൾ നൊമ്പല അനുഭവിച്ച പയറാണ്. ഒലിമ്പോ തിങ്കൾ നൊമ്പല അനുഭവിച്ചിട്ട് പോലും ഓരോ നൊമ്പലത്തിൽ പോലും അല്ലാഹുവിന്റെ തുറക്കടെ പടച്ചോണ് നിന്റെ കിടാവിടെ നീ കാക്കണോ അല്ലാ. ഒന്ന് ചരിഞ്ഞിട്ട് കിടക്കണോട്ടായെങ്കിൽ കിടക്കണു സാധ്യമാവും
കാവില്ല. എല്ലാരെ പോലെ മങ്ങിലത്തുക കൂടണു, നല്ല സന്തോഷം അനുഭവിക്കണോണ്ട് മനസ്സിനെങ്കിൽ പോലും മങ്ങിലത്തുക കൂടണു കാവില്ല. കാരണം ഭയത്തിലുള്ള കിടാവുക തൊന്തരായി പോവൂ. ഒലിമ്പോ നിങ്ങൾ ഉമ്മടെ എല്ലാ സുഖത്തെ വലിച്ചെറിഞ്ഞിട്ട് എല്ലാ നൊമ്പലം അനുഭവിച്ചിട്ട് നീ അവസാനം ഉമ്മടെ ഗർഭപാത്രത്തെ പുറത്ത് പറമ്പുത്തുകൂ. മരിപ്പുകു സമാനമായ നൊമ്പലം അനുഭവിച്ചെങ്കിൽ പോലും നിന്റെ പുൽപ്പ് കേൾക്കുമ്പോത്തുകൂ ആ ഉമ്മടെ നൊമ്പലമാഞ്ഞില്ലേ, ആ ഉമ്മടെ മനസ്സിൽ ചിരി വന്നില്ലേ. ഏതൊരു ഉമ്മവും സ്വന്തം മക്കൾക്ക് മാഫാക്കി കൊടുക്കണക്ക് സാധ്യാവാത്ത ഉമ്മമാരില്ല. ഉമ്മയുടെ പൊരുത്തമില്ലാത്ത ഒരു കാര്യവുമാക്കണക്ക് തീരാ. പക്ഷേ